എന്തുവാണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പുതിയ മിസ്റ്ററിയും കൂടെ ഈ സ്റ്റോറിയിൽ ആഡ് ആകുന്നുണ്ട്. അതെന്തുവാണെന്ന് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, അത് സ്പോയിലർ ആയിപ്പോവും. പക്ഷെങ്കിൽ ഈ പുതിയ മെസ്സും കൂടെ വരുമ്പോഴത്തേക്ക് ദ സ്റ്റോറി ഗെറ്റ്സ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്, ദ കോമഡി ഗെറ്റ്സ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്, ദ കൺഫ്യൂഷൻ ഗെറ്റ്സ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്. വാട്ട് ഈസ് അപ്പ് ഗൈസ്, യു ആർ ഓൾറെഡി വാച്ചിങ് സിനിമ ഈസ് ലൈഫ്. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന പുതിയ മലയാളം ഫിലിം പടക്കളം, ഡയറക്റ്റഡ് ബൈ മനു സ്വരാജ്, ഡെബ്യൂട്ടൻറ്റ് ഡയറക്ടറാണ്. സ്റ്റാറിംഗ് സുരാജ് വെഞ്ഞാറമൂട് ആൻഡ് ഷറഫുദ്ദീൻ ആസ് കോളേജ് പ്രൊഫസേഴ്സ്. ഇവരുടെ കൂടെ കോളേജ് പഠിക്കുന്ന പിള്ളേർ അരുൺ പ്രദീപ്, സന്ദീപ് പ്രദീപ്, രണ്ട് വേറെ ചെക്കന്മാർ, ഈ 4 കോളേജ് സ്റ്റുഡൻസ്. അപ്പോൾ ഇവരെല്ലാവരാണ് മെയിൻ ആക്ടേഴ്സ് ഈ പടത്തിൻ്റെ അകത്ത്. നമ്മുടെ ജോണർ എന്താണെന്ന് വെച്ചാൽ ഒരു കോമഡി ഫാൻറ്റസി എന്ന് പറയാം. ഫാൻറ്റസി ഇൻ ദ സെൻസ് ഇതിൻ്റെ അകത്ത് മാജിക് എലിമെൻറ്റ്സ് ഉണ്ട്, ഹിസ്റ്റോറിക്കൽ ആർട്ടിഫാക്ട്സ് യൂസ് ചെയ്ത് മാജിക് ഒക്കെ ആ എലിമെൻറ്റ്സ് ഉണ്ട്, ഫാൻറ്റസി എലിമെൻറ്റ്സ് ഉണ്ട്, ചില മിസ്റ്ററി ഒക്കെ ഉണ്ട്. അപ്പം കോമഡിയും ഫാൻറ്റസിയും മാജിക്കും ഇതെല്ലാം ഒരുമിച്ച് ഒരു ഫെയർലി എൻ്റർടൈനിങ് ഫിലിമാണ് പടക്കളം. മൂവിയുടെ ബേസിക് സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ഏൻഷ്യൻറ്റ് ആർട്ടിഫാക്റ്റ് ഉണ്ട്, ഒരു ഐറ്റം ഉണ്ട്. ഈ ഐറ്റത്തിന് ചില മാജിക് ഒക്കെ ഉണ്ട്. ഈ ഐറ്റം യൂസ് ചെയ്ത് ഒരാൾക്ക് മറ്റേ ഒരാളുടെ ബോഡി കൺട്രോൾ ചെയ്യാം, ഫിസിക്കൽ മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യാം. അപ്പോൾ എങ്ങനെ ഈ ഐറ്റം വെച്ച് ഷറഫുദ്ദീൻ പേഴ്സണൽ ഗെയിൻസിന് വേണ്ടി ആൾക്കാരുടെ ബോഡി കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ സുരാജ് കൊളീഗ് ഓഫ് ഹിസ് ഗെറ്റ്സ് ഇൻ ടു ദിസ് മെസ്, എങ്ങനെ ഈ 4 പിള്ളേർ അവരും ഈ സിറ്റുവേഷൻ്റെ അകത്ത് ഉൾപ്പെടുന്നു, എങ്ങനെ ഇവരെല്ലാവരും ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങുന്നു, എങ്ങനെ ഈ ഐറ്റത്തിനെ അവർ ഡിസ്ട്രോയ് ചെയ്യുമോ ഇല്ലയോ, എന്തോ ആകുമോ ഐറ്റത്തിന്. അപ്പോൾ ഇതാണ് ഓവറോൾ പ്ലോട്ട്. പടത്തിൻ്റെ പോസിറ്റീവ്സ്. ഫസ്റ്റ് ആൻഡ് ദ ബിഗ്ഗസ്റ്റ് പോസിറ്റീവ് ഇസ് ദ സ്റ്റോറി ഓഫ് ദ ഫിലിം. ദ സ്റ്റോറി ഓഫ് ദ ഫിലിം, ആസ് ഐ ജസ്റ്റ് സെഡ്, ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു ഈ മാജിക്കും ഈ ഫാൻറ്റസിയും ഈ ആർട്ടിഫാക്റ്റിൻ്റെ മാജിക്കൽ പവേഴ്സും എങ്ങനെ ഒരാൾ യൂസ് ചെയ്ത് മറ്റേ ആളിനെ കൺട്രോൾ ചെയ്യുന്നു, എങ്ങനെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, ആ കൺഫ്യൂഷൻ കാരണം ക്രിയേറ്റ് ചെയ്യുന്ന കോമഡിയും സസ്പെൻസും മിസ്റ്ററിയും, എങ്ങനെ ആ കൺട്രോളിലുള്ള ആൾ കൺട്രോൾ ചെയ്യുന്ന പുറത്തിറങ്ങും, ആ ഐറ്റത്തിനെ എങ്ങനെ ഇവർ ഡിസ്ട്രോയ് ചെയ്യും, ഈ സംഭവങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു നല്ല അടിപൊളി സ്റ്റോറിയാണ് ഉണ്ടാക്കി വെച്ചത്. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഇതുവരെ നമ്മൾ മലയാളം ഇൻഡസ്ട്രിയിൽ കാണാത്ത ഒരു ഫാൻറ്റസി സംഭവമാണ്. അപ്പോൾ എങ്ങനെ ഇവരെല്ലാവരും ഈ സിറ്റുവേഷനിൽ നിന്ന് പുറത്തിറങ്ങും, ഇത് കാണാൻ നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ് ഓൾ ത്രൂ ഔട്ട് ദ ഫിലിം. നല്ല ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈനാണ്. ഇറ്റ് കെപ്റ്റ് മീ ഹുക്ഡ് ഫ്രം സ്റ്റാർട്ടിംഗ് ടു എൻഡ്. പിന്നെ പടത്തിൻ്റെ അകത്ത് കോമഡി നല്ലപോലെ യൂസ് ചെയ്തിട്ടുണ്ട് സ്റ്റാർട്ടിംഗ് ടു എൻഡ്. പക്ഷേ ഇതിൻ്റെ അകത്ത് 2 ടൈപ്പ് കോമഡിയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരെണ്ണം ഡയലോഗ് ബേസ്ഡ് കോമഡിയും, രണ്ടാമത്തത് സിറ്റുവേഷൻ ബേസ്ഡ് കോമഡി. സോ ഡയലോഗ് ബേസ്ഡ് കോമഡി എന്ന് വെച്ചാൽ ഈ പിള്ളേരും എല്ലാം യൂസ് ചെയ്യുന്ന ഡയലോഗ് ബേസ്ഡ് കോമഡി എല്ലാം ചളി കോമഡിയാണ്. ചിലവർക്ക് ഇഷ്ടപ്പെടാം, ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. നല്ല എന്താ പറയുന്ന ഒരു ഊള കോമഡിയാണ്. അപ്പം എനിക്ക് പേഴ്സണലി ഇത് ഒത്തിരി വർക്കായില്ല, ഡയലോഗ് ബേസ്ഡ് കോമഡി. ബട്ട് വാട്ട് വർക്ക് ഫോർ മീ വാസ് ദ സിറ്റുവേഷൻ ബേസ്ഡ് കോമഡി. ഞാൻ പറഞ്ഞില്ല, ഈ ആർട്ടിഫാക്ട് വെച്ച് ഒരാൾക്ക് മറ്റേ ആളുടെ ബോഡി കൺട്രോൾ ചെയ്യാം. ഈ സിറ്റുവേഷൻ കാരണം ഉണ്ടാകുന്ന കൺഫ്യൂഷനും ദ മെസ് ഇറ്റ് ക്രിയേറ്റ്സ്, ഈ സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്ന നല്ല രസകരമായ കോമഡി സീക്വൻസസ് ഉണ്ട്. സ്റ്റോറിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എന്തുവാണെന്ന് ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ സെക്കൻഡ് ഹാഫിൽ ഒരു പുതിയ മിസ്റ്ററിയും കൂടി ഈ സ്റ്റോറിയിൽ ആഡ് ആകുന്നുണ്ട്. അതെന്തുവാണെന്ന് എനിക്ക് റിവീൽ ചെയ്യാൻ പറ്റത്തില്ല, അത് സ്പോയിലർ ആയിപ്പോവും. പക്ഷെങ്കിൽ ഈ പുതിയ മെസ്സും കൂടെ വരുമ്പോഴത്തേക്ക് ദ സ്റ്റോറി ഗെറ്റ്സ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്, ദ കോമഡി ഗെറ്റ്സ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്, ദ കൺഫ്യൂഷൻ ഗെറ്റ്സ് ഈവൻ മോർ ഇൻട്രസ്റ്റിംഗ്. അപ്പോൾ അത് കാരണം സിറ്റുവേഷണൽ കോമഡി ഇസ് വാട്ട് വർക്ക്ഡ് ഇൻ ദിസ് ഫിലിം വെരി വെൽ. പിന്നെ ഒരു കാര്യം പറയേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ഫാൻറ്റസി മാജിക് റിലേറ്റഡ് മൂവിയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് ലോജിക് ഒന്നും തപ്പാൻ പറ്റത്തില്ല. കാരണം മാജിക്കും ഫാൻറ്റസിയും ഉള്ളിടത്ത് വി കനോട്ട് ഫൈൻഡ് ലോജിക്. സോ അത് നിങ്ങൾ മനസ്സിൽ വെക്കണം. കാരണം ഒത്തിരി സാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ മാജിക്കും അതിൻ്റെ റൂൾസുമായിട്ട് റിലേറ്റഡ് ആണ്. അതിന് ലോജിക് ഒന്നുമില്ല, ഇറ്റ്സ് ജസ്റ്റ് മാജിക്, ദാറ്റ്സ് ദെയർ. സോ യു ഹാവ് ടു കീപ് ദാറ്റ് ഇൻ മൈൻഡ് വൈൽ വാച്ചിങ് ദ ഫിലിം. സെക്കൻഡ് പോസിറ്റീവ്, ഈ മൂവിയുടെ ആക്ടിങ്. നമ്മുടെ 4 ചെക്കന്മാരും നല്ല അടിപൊളി ആക്ടിംഗ് ആണ് കാണിച്ചു വെച്ചേക്കുന്നത്. ഇവരുടെ ഡയലോഗ് ബേസ്ഡ് കോമഡി ഒത്തിരി വർക്കായില്ലെങ്കിലും 4 പേരുടെയും എന്താ പറയുന്നത്, അവരുടെ ഫിസിക്കാലിറ്റി യൂസ് ചെയ്ത് നല്ല എനർജി ഉണ്ട് ഇവരുടെ ആക്ടിങ്ങിൽ. ഓടുകയും ചാടുകയും ഫുൾ മൂവിയിൽ ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സ് കാരണം അപ്പുറത്ത് ഓടുന്നു, ഇവിടെ ഓടുന്നു, അവിടെ തല്ലുണ്ടാക്കുന്നു, ഇവിടെ തല്ലുണ്ടാക്കുന്നു, നല്ല എനർജിയാണ്. ബോഡി ഇവർ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്ത് നല്ല എൻ്റർടൈനിങ് പെർഫോമൻസ് ആണ് കാണിച്ചു വെച്ചേക്കുന്നത് ഈ 4 പിള്ളേർ. കൂടെ ഏബിളി സപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഷറഫുദ്ദീനും സുരാജൊക്കെ നല്ല അടിപൊളി ആക്ടിങ് ആസ് യൂഷ്വൽ, നല്ല വേണ്ടി അത്രയുള്ള ഓവറാക്കാതുള്ള ആക്ടിങ് സുരാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷറഫുദ്ദീനും നല്ല ആക്ടിങ് ചെയ്തിട്ടുണ്ട്. ഒരു നിറ്റ്പിക്കിംഗ് എന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പ്ലേ ചെയ്യുന്ന സോർട്ട് ഓഫ് ലൈക്ക് എ നെഗറ്റീവ് ക്യാരക്ടറാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ക്യാരക്ടർ സ്ക്രീനിൽ റിവീൽ ആയിക്കൊണ്ടിരിക്കുന്നു. പുള്ളി ഇങ്ങനെ ഈ ഈവിൾ ലാഫ്റ്ററും ആൾക്കാരൊക്കെ കാണാതെ ഇങ്ങനെ ഈവിൾ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നത്. ആ എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ഓവറായിട്ട്, അതൊക്കെ ഇച്ചിരി കൂടി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ട് പുള്ളിക്ക് ഉണ്ടാക്കായിരുന്നു. മേ ബി അത് കോമഡി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ചിലപ്പം അവരിങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷേ എനിക്കത് ഇച്ചിരി ഓവറായിട്ട് തോന്നി. തേർഡ് പോസിറ്റീവ്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ. രാജേഷ് മുരുകേശനാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാക്കിയിരിക്കുന്നത്. പ്രേമത്തിൻ്റെയും നേരത്തിൻ്റെയും ഒക്കെ മ്യൂസിക് ഉണ്ടാക്കിയ ആളാണ് പുള്ളി. നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് ഈ മൂവിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ മൂവിക്കകത്ത് ഓവറോൾ ക്രിയേറ്റ് ചെയ്യുന്ന ഈ സിറ്റുവേഷൻസും കോമഡിയും ഇതെല്ലാം നല്ല ഏബിളി കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല എന്താ പറയുന്ന ഒരു എനർജറ്റിക് പവർഫുൾ ബീറ്റ്സും പിന്നെ നമ്മുടെ നേരത്തിലെ പിസ്ത സുമാകിര പോലെ അബജബ എന്നുള്ള പാട്ടുകൾ. പക്ഷേ നല്ല രസം ഇതൊക്കെ കേൾക്കുമ്പോൾ. ഒരു മീനിങ്ങും ഇല്ല അതിൻ്റെ ഡയലോഗ്സിന്, പക്ഷേ നല്ല രസമാണ് കേൾക്കുന്നത്. ഫോർത്ത് പോസിറ്റീവ്, പടത്തിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ്, എഡിറ്റിംഗ്, സിനിമാറ്റോഗ്രാഫി, സൗണ്ട് ഡിസൈൻ.
യൂഷ്വലി ഈ കാലത്ത് കാണുന്ന മലയാളം സിനിമയ്ക്കകത്തൊക്കെ ഇതെല്ലാം പെർഫെക്റ്റ് ആണ്. പക്ഷേ പേരെടുത്ത് പറയേണ്ടതെന്ന് വെച്ചാൽ ഈ മൂവിക്കകത്ത് യൂസ് ചെയ്തേക്കുന്ന കുറേ ജംപ് കട്ട്സ് ഉണ്ട്. എസ്പെഷ്യലി ഈ 4 പിള്ളേർ അവരുടെ ക്യാൻറ്റീനിലും ക്ലാസ് റൂമിലും ഒക്കെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഡയലോഗ് ഒരു ലൈൻ തന്നെയാണ്, പക്ഷേങ്കിൽ ലൊക്കേഷൻസ് വേറെ വേറെയായി മാറും. അപ്പം ആ ലൊക്കേഷൻസ് മാറുമ്പം വരുന്ന ജംപ് കട്ട്സ്, പക്ഷേ ഡയലോഗ് ഒരു സ്ട്രേറ്റ് ഡയലോഗ് തന്നെയാണ്, കണ്ടിന്യൂസ് ഡയലോഗ് തന്നെയാണ്. അപ്പോൾ ആ എഫക്റ്റ് ഒക്കെ ഫീൽ എഡിറ്റിംഗ് ചെയ്തുണ്ടാക്കിയേക്ക് നല്ല രസമാണ്. നല്ല ക്രിസ്പ് എഡിറ്റിംഗ് ആണ്. ഓവറോൾ സ്റ്റോറിക്ക് ലാഗില്ല, ഒന്നുമില്ല. നല്ല എൻ്റർടൈനിങ് ആയിട്ട് ഇവർ കൊണ്ടുപോയിട്ടുണ്ട്. കൂടെ സിനിമാറ്റോഗ്രാഫി വേണ്ടി പോലും നല്ല രസകരമായ സിനിമാറ്റോഗ്രാഫിയും സൗണ്ട് ഡിസൈനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ പടക്കളത്തിനെ കുറിച്ച് പറയുവാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. മാജിക്കും ഫാൻറ്റസിയും മിസ്റ്ററി എലമെൻറ്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് നല്ല കോമഡിയൊക്കെ ഇൻഫ്യൂസ് ചെയ്ത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റോറിയാണ്. ഇതുവരെ നമ്മൾ മലയാളം സിനിമയിൽ കാണാത്ത ഒരു സ്റ്റോറിയാണ്. ദാറ്റ് ഇസ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് ഫിലിം. ദാറ്റ്സ് വാട്ട് കെപ്റ്റ് മീ ഹുക്ഡ് ഫ്രം സ്റ്റാർട്ടിംഗ് ടു എൻഡ്. കോമഡി ഞാൻ പറഞ്ഞില്ല, ഡയലോഗ് ബേസ്ഡ് കോമഡി ഒത്തിരി വർക്കായില്ലെങ്കിലും സിറ്റുവേഷൻ ബേസ്ഡ് കോമഡി നല്ലപോലെ വർക്കായിട്ടുണ്ട്. അപ്പം ഓവറോൾ എന്താ പറയുന്ന ഒരു വൺ ടൈം എൻ്റർടൈനിങ് വാച്ചാണ്, ഒരു ഡീസൻറ്റ് എൻ്റർടൈനിങ് വൺ ടൈം വാച്ചാണ് പടക്കളം. തിയേറ്ററിൽ പോയി കാണണോ വേണ്ടയോ, പൈസ ഉണ്ട്, സമയമുണ്ടെങ്കിൽ പോയി കാണാം. ഇങ്ങനെ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം ഇങ്ങനെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാവുന്ന ഐറ്റങ്ങളൊന്നുമില്ല ഇതിൻ്റെ അത്. ഇതൊക്കെ OTT വരുമ്പോൾ നമുക്ക് കണ്ട് എൻജോയ് ചെയ്യാവുന്ന ഒരു വൺ ടൈം എൻ്റർടൈനിങ് വാച്ചാണ് പടക്കളം. So that is my review for the film Padakalam, guys. I will be back with another review, another video. Till then, take care. Goodbye.